വിവാഹം കഴിഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിക്കേണ്ട കാലം, പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെയും തിരിച്ചറിയുന്നതിൻ്റെയും കാലം. അതിനിടെ 2 നാൾ മുമ്പാണ് അഭിലാഷിൻ്റെയും വിഘ്നേശ്വരിയുടെയും വിവാഹ വാർഷികവും എത്തിയത്. എന്നാൽ ഇന്നലെ വൈകിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് വിഘ്നേശ്വരിയുടെ മരണവാർത്തയാണ് പുറത്തുവന്നത്. വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പൊടിയണിവിള വീട്ടിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഇവിടെ താമസിക്കുന്ന അഭിലാഷിന്റെ ഭാര്യ വിഘ്നേശ്വരിയെയാണ് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഗർകോവിൽ സ്വദേശികളായ നാഗരാജൻ കലാദമ്പതികളുടെ മകളാണ് വിഘ്നേശ്വരി. വിഘ്നേശ്വരിയെ സന്ധ്യയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വരികയും തുടർന്ന് നോക്കിയപ്പോൾ വീട് പൂട്ടിയ നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. വൈകുന്നേരമായിട്ടും വിഘ്നേശ്വരിയെ കാണാതിരുന്നതിനെ തുടർന്ന് ഓടിയെത്തിയ ഭർതൃപിതാവ് ചന്ദ്രൻ വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലാണ് കണ്ടത്. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതോടെ പരിഭ്രാന്തനായ അദ്ദേഹം അയൽവാസിയുടെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് വീടിന്റെ ജനൽ ഗ്ലാസ് തകർത്ത് അകത്തേക്ക് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിലെ ഫാനിൽ വിഘ്നേശ്വരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വീട് അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. വെറും 2 ദിവസം മുൻപായിരുന്നു വിഘ്നേശ്വരുടെയും അഭിലാഷിന്റെയും 2ാം വിവാഹ വാർഷികം കഴിഞ്ഞത്. ഏറെ സന്തോഷത്തോടെ കടന്നു പോകേണ്ട വിവാഹ വാർഷികാഘോഷം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആർക്കും തന്നെ ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നുമില്ല. കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഭർതൃപിതാവ് ചന്ദ്രൻ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമികമായ മൊഴി. വിവാഹത്തിന്റെ 2ാം വാർഷികത്തിന് തൊട്ടു പിന്നാലെ മകൾ വിട പറഞ്ഞത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കുമൊന്നും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഏറെ പ്രതീക്ഷകളോടെ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവച്ച മകൾ അകത്തുനിന്നും വാതിലടച്ച് മരണത്തിലേക്ക് മറിഞ്ഞത് ഭർതൃവീട്ടുകാർ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ജനൽ തകർത്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. മകളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്നുപോയ കുടുംബാംഗങ്ങൾക്ക് ഈ ദാരുണമായ സംഭവം വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി വിഘ്നേശ്വരിയുടെ സഹോദരൻ രംഗത്തെത്തിയിട്ടുണ്ട്. വിഘ്നേശ്വരി ഭർതൃവീട്ടിൽ വെച്ച് നിരന്തരം അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നതായും എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം അറിയില്ലെന്നുമാണ് സഹോദരൻ ആരോപിക്കുന്നത്. സംഭവത്തെ തുടർന്ന് വിഘ്നേശ്വരിയുടെ ഭർത്താവ് അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ മരണകാരണം കൂടുതൽ വ്യക്തമാകുന്നതിനായി യുവതിയുടെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വെറും 27 വയസ്സുകാരി മാത്രമായിരുന്നു വിഘ്നേശ്വരി. വിവാഹം കഴിഞ്ഞ് അഭിലാഷും വിഘ്നേശ്വരിയും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഈ മരണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം.